കർത്താവേ, അങ്ങയുടെ മക്കളെ ഇപ്പോഴും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലത് കരം എന്തിനെല്ലാം വേണ്ടി ആരെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഒരു കുഞ്ഞിനെ പോലും കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവിടെ യോഗ്യത നോക്കിയല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യത, നിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത, നിൻ്റെ തിരുമരണത്തിൻ്റെ യോഗ്യതയാൽ ആശ്രയിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ കർത്താവേ, നിൻ്റെ അറിവോടും അനുവാദത്തോടും നിൻ്റെ നിയോഗത്തോടും കൂടിയാണ് പരിശുദ്ധമ്മ ഈ അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ആ പ്രത്യക്ഷഗണത്തിന് സ്ഥിരീകരണത്തിന് അടയാളം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ മേഖലകളെല്ലാം ആരെല്ലാം എവിടെയെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം കർത്താവേ നീ അമ്മയോട് പറഞ്ഞതാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് കർത്താവേ നീ സക്കറിയാവിനോട് പറഞ്ഞതാണ്. കർത്താവേ, സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ മനസ്സതാണ്. മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കർത്താവെ, ആ ഒറ്റ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കടം കയറി മുടിഞ്ഞവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്, വാടക താമസിക്കുന്നവരുണ്ട്, കർത്താവെ ഒറ്റയ്ക്ക് കൊടുത്തവരുണ്ട്, സമ്പത്തിൽ പലിശ കയറി പോകുന്നവരുണ്ട്, കർത്താവെ വരുമാനം ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കർത്താവെ ജോലി ഇല്ലാത്തവരുണ്ട്, കർത്താവെ പഠിക്കാൻ പോകുന്നവരുണ്ട്, കർത്താവെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്, കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കർത്താവെ റിസൾട്ട് വന്നതിന് ശേഷം പുതിയ വിദ്യാഭ്യാസത്തിന് ഉപരി വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നുണ്ട്, കർത്താവെ അതിനുവേണ്ടിയുള്ള യോഗ്യത പരീക്ഷ എഴുതിയവരുണ്ട്, കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ അവരിലേക്കെല്ലാം അടിപ്പിണർ പോലെ ഈ നിമിഷം ആവശ്യിക്കട്ടെ. കർത്താവിന് സത്യം ആവശ്യിക്കട്ടെ. എല്ലാ ദുരിതങ്ങളുടെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ.